ദിവസം കൊണ്ട് BJP-യുടെയും മോദിയുടെയും കഥ പാർലമെന്റിൽ കഴിച്ചുവിട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇനിയുള്ള ദിവസം എന്തു ചെയ്യുമെന്ന് ഭരണപക്ഷത്തിന് ഒരു നിശ്ചയവുമില്ല. ഇതിനു മുൻപ് എല്ലാ കാര്യത്തിലും മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാറുള്ള നരേന്ദ്രമോദി ഇനി അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. മോദിയെ തന്നെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞ രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ തൻ്റെ മന്ത്രിമാർക്ക് കെൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി എല്ലാം സ്വയം ഏറ്റെടുക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ മോദി തന്നെ നേരിട്ടെത്തുകയാണ്. നിങ്ങൾ ഹിന്ദുവല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ ചൂണ്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്ത് പ്രതിഷേധമുണ്ടായാലും മോദി ആദ്യം പ്രതികരിക്കുന്ന പതിവില്ല. പക്ഷെ ഇത്രയും വലിയൊരു ആക്രമണത്തിൽ പതിവ് വിട്ട് നരേന്ദ്രമോദി തന്നെ പ്രസംഗത്തിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നു. മുൻപ് ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാരാണ് തടസ്സവാദം ഉന്നയിച്ചിരുന്നത്. ഹിന്ദു സമൂഹത്തെ മുഴുവൻ രാഹുൽ അക്രമികളായി ചിത്രീകരിക്കുന്നത് ഗുരുതര വിഷയമാണെന്ന് മോദിക്ക് പറയേണ്ടി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധി എല്ലാ ഹിന്ദുക്കളെയും പരാമർശിച്ചില്ലെന്നും യഥാർത്ഥ ഹിന്ദുക്കൾ മതേതര വിശ്വാസികളാണെന്നുമുള്ള കാര്യം ഉറപ്പായതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം. എന്നിട്ടും പിടിച്ചു നിൽക്കാനാവാതെ കഷ്ടപ്പെടുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഈ അടി കൂടി മോദിക്ക് കിട്ടിയത്. അത് താങ്ങാനുള്ള ശക്തി നരേന്ദ്രമോദിക്കില്ല എന്നുള്ളതാണ് ഇന്നലെ മുതൽ നമുക്ക് കാണാനാകുന്നത്. BJP-ക്കെതിരെയാണ് താൻ പറഞ്ഞതെന്നും BJP-യും RSSും മൊത്തം ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധികളല്ലെന്നും രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞതോടെ ഉണ്ടയില്ല വെടിവെക്കുക മാത്രമാണ് BJP നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാപ്പ് പറയണമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആവശ്യത്തിന് അത് കേട്ട ഭാവം പോലും നടിച്ചില്ല രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ ആ ഒറ്റ വാക്കല്ലാതെ അതിനപ്പുറം ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് പോലും കഴിയുന്നില്ല. ആ ഇടത്താണ് മറ്റു മന്ത്രിമാർ ഇടപെട്ടാൽ ഉണ്ടാകുന്ന അപകടം നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞത്. മന്ത്രിമാരെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിന് പാകത്തിൽ ഇന്ത്യൻ ജനത അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നുവെന്നുമുള്ള വളരെ വ്യക്തമായ തിരിച്ചറിവാണ് മന്ത്രിമാരോടും MP-മാരോടും ഒരക്ഷരം പോലും മിണ്ടരുതെന്നും അഥവാ മിണ്ടണമെങ്കിൽ വിഷയം പൂർണ്ണമായും നന്നായി പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം മതിയെന്നും മോദി നിർദ്ദേശം നൽകിയത്. അത്രയ്ക്കും ശക്തനാണ് രാഹുൽ എന്നും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തോട് മുട്ടാൻ ഇപ്പോൾ കഴിയില്ലെന്നും ആദ്യ സമ്മേളനത്തിൽ തന്നെ മനസ്സിലാക്കിയ നരേന്ദ്രമോദി എത്തിയിരിക്കുന്ന പ്രതിരോധം ചെറുതല്ല. മന്ത്രിമാരെ ഒഴിവാക്കി നേരിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള മോദിയുടെ തീരുമാനം താൽക്കാലിക ഗുണം പോലും ചെയ്യില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. മോദിയുടെ തീരുമാനം BJP-ക്ക് വലിയ ക്ഷീണം തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിയെ എതിർക്കാൻ ഇനി മോദിയില്ലാതെ ആരുമില്ല എന്നൊരു സന്ദേശം മോദി തന്നെ നൽകിയ ഒരു അവസ്ഥയ്ക്ക് മോദിയുടെ അഭാവത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്ത് എതിരേയില്ല എന്നൊരു സന്ദേശവും അതിനൊപ്പം നൽകുന്നുണ്ട്. അതാണ് ഇനി വരാനുള്ളത്.